നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒത്തിരി ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അടുത്തൊരു ഹാങ്ങിങ് ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് റിബണാണ്. ഇത് ക്രിസ്മസിന് ആ സീസണിൽ വരുന്ന റിബണാണിത്. അതിന് വേണ്ടി തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള റിബണാണ്. ഇത് നമ്മൾക്ക് എടുത്തിട്ട് ഇത് സൈഡിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു കമ്പി ഉണ്ട്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഉള്ളത് നോക്കി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും നമ്മൾ ചെയ്യണ വർക്കിന്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ എടുക്കുക. ഒരു 6 ഇഞ്ചിൻ്റെ 2 സ്ട്രിപ്പും 8 ഇഞ്ചിൻ്റെ 2 സ്ട്രിപ്പും എടുക്കുക. ഇതിപ്പോൾ ഞാൻ അളന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ 6 ഇഞ്ചിൻ്റെ 2 8 ഇഞ്ചിൻ്റെ 2 സ്ട്രിപ്പുകൾ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം നോക്കിയിട്ട്, ഗ്ലിറ്റർ കുറച്ച് കൂടുതലുണ്ട് ഒരു വശത്ത്, അത്രേ ഉള്ളൂ. നല്ല വശം നോക്കിയിട്ട് നമ്മൾ പുറത്താക്കി ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി നമ്മൾ ആ ബോയ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ അളവ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അളവ് എടുത്തിട്ട് ചെയ്യുക. 4 പീസ് മതി നമ്മൾക്ക്. എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരികു വഴി ഇങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഇതിനെ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ സ്റ്റിക്കായി. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് 4 പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 4 പീസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ബോളാണ്. അപ്പോൾ ഈ ബോൾ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷനിൽ തന്നെ ഉള്ളതാണ്, ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഇത് 8 ഇഞ്ചിൻ്റെ റിബണ 8 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തതാണ്. ഇതെടുത്തിട്ട് നമുക്ക് ഇതിനും ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ടിട്ട് നമ്മൾക്കിതിൻ്റെ അടിവശത്തായിട്ട് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു സൈഡിൽ, അടിവശം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഹുക്കാണ്, അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ചെയ്തതേ ഉള്ളൂ. അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മളത് താഴെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ 8 ഇഞ്ചിൻ്റെ പീസാണ് സ്റ്റിക്ക് ചെയ്തത്. ഇത് 6 ഇഞ്ചിൻ്റെയാണ്. 6 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിക്കായി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ ഇട്ടിട്ട് ഈ 6 ഇഞ്ചിൻ്റെ തന്നെ പീസ് തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യാം. നമ്മളൊരു ഏഞ്ചലിനാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് ഇനി നമ്മൾക്ക് ഇതും സ്റ്റിക്കായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് ഈ 8 ഇഞ്ചിൻ്റെ പീസിനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പീസിന് റെഡി ആയിട്ടുണ്ട്. ഈ പീസ് റെഡിയാക്കിയിട്ട് നമ്മൾക്ക് ഇനി ഇതിന് ഒരു ചെറിയൊരു ബോ കെട്ടി കൊടുക്കണം. അത് ഞാൻ എടുത്തേക്കുന്നത് സാറ്റിൻ റിബണാണ്. ഇതുപോലെ സാറ്റിൻ റിബണുകളും ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 4 ഇഞ്ചിൻ്റെയാണ് ഇത് എടുത്തേക്കണത്. ഇതിപ്പോൾ നമ്മളൊരു ബോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ചെറിയൊരു ബോയാണ്, അത് വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട. നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളച്ചിട്ട് കുറച്ചും കൂടെ നീളത്തിലെടുക്കാം. ഇങ്ങനെ വളച്ച് നമ്മളിതിനെ വളച്ച് കൊടുത്തിട്ട് ഈ പീസിനെ ഇങ്ങനെ മുകളിൽ കൂടെ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് കെട്ടി കൊടുക്കാം. ഇത്രയും ചെയ്താൽ മതി. നമുക്കിങ്ങനെ റിബൺ റെഡിയാക്കി എടുക്കാം.
വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ബോയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളത്. ചെറിയ പീസാണ്, അല്ലാതെ ചെറുതാണ്. ഇതുപോലെ ഒരു ബോ ഉണ്ടാക്കിയെടുക്കും. നമ്മൾക്കിപ്പോൾ ബോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനൊരു ക്രൗൺ വെച്ച് കൊടുക്കാം. ഒരു ക്രൗൺ വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ സ്റ്റിക്ക് തന്നെയാണ് എടുത്തായിരിക്കുന്നത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബോട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഒന്ന് നമുക്ക് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബോട്ടിലോട്ട് വെച്ച് വളച്ചെടുക്കുക. ഇതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കൈ കൊണ്ട് റൗണ്ട് ആക്കുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ചുറ്റി വയ്ക്കണം. അപ്പോൾ നമുക്ക് ക്രൗൺ കിട്ടി. ഇനി നമുക്ക് ആ ക്രൗണിനെ ജസ്റ്റ് ഇങ്ങനെ വളച്ചിട്ട് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ വളച്ചിട്ട് ബാക്കി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ ഇട്ടിട്ട് നമുക്കിതിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഇതവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്രൗൺ റെഡിയായി. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോ വെച്ച് കൊടുക്കണം ഫ്രണ്ടിലായിട്ട്. ഞാൻ ബോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വെക്കാൻ ഞാൻ മറന്നുപോയതാണ്. ഇനി നമ്മൾക്കത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇതുപോലെ തന്നെ ഗ്ലൂ ഇട്ടിട്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ബോയും വെച്ച് കൊടുക്കും. ഇപ്പോൾ റെഡിയായി, നമ്മുടെ ഏഞ്ചൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് ഹാങ് ചെയ്യണം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഈ സാറ്റിൻ റിബൺ തന്നെയാണ് എടുത്തേക്കണത്. നമുക്ക് മുകളിലേക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്തൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അത് നമുക്ക് മുകളിൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്കങ്ങ് സ്റ്റിക്ക് ചെയ്താൽ മതി. ആദ്യം ഒരു ശകലം ഗ്ലൂ കൂടി ഇടാം. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഈ ഗ്ലൂ ഇട്ടിട്ട് ഞാൻ രണ്ടിനെയും കൂടെ സ്റ്റിക്ക് ചെയ്തു ഇതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിൽ ഇവിടെ വരെ ഈ അറ്റം വരെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിരിക്കും. ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയിൽ കിടന്നു. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അടുത്തൊരു ക്രിസ്മസ് ഓർണമെൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.